ഡീപ്ഫേക്ക് എന്ന വാക്ക് കുറച്ചു കാലം മുമ്പാണ് മാധ്യമങ്ങളിൽ ഇടം നേടിയത്. സാധാരണക്കാർ മുതൽ സെലിബ്രിറ്റികൾ വരെ ഡീപ്ഫേക്കിനെ ഭയപ്പെട്ടു. രശ്മിക മന്ദനയുടേത് എന്ന തരത്തിൽ വ്യാപകമായി പ്രചരിച്ച ഡീപ്ഫേക്ക് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയെന്ന ദുരുദ്ദേശത്തോടെയാണ് ഡീപ്ഫേക്ക് അശ്ലീല വീഡിയോകൾ നിർമ്മിക്കുന്നത്. എന്നാൽ ഇനിയുള്ള കാലത്ത് ഡീപ്ഫേക്ക് ഒന്നുമല്ല, AI അധിഷ്ഠിത പോൺ വീഡിയോകളുടെ അതിപ്രസരമുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. മുൻകാലങ്ങളിൽ കൃത്രിമ വീഡിയോകളും ചിത്രങ്ങളും രൂപപ്പെടുത്താൻ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ എഡിറ്റിംഗ്, ഗ്രാഫിക്സ് വൈദഗ്ധ്യമുള്ളവരുടെ പ്രവർത്തനം ആവശ്യമായിരുന്നു. എന്നാൽ ഈ AI കാലത്ത് ഏതൊരു സാധാരണക്കാരനും വളരെ എളുപ്പത്തിൽ മിനിറ്റുകൾ കൊണ്ട് കൃത്രിമ വീഡിയോകളും ചിത്രങ്ങളും നിർമ്മിക്കാനാകും. അതേസമയം ഇത് കൂടുതലും സെലിബ്രിറ്റികളെ ബാധിക്കുന്ന വിഷയമാണെന്നായിരുന്നു പൊതുധാരണ. എന്നാൽ കൂടുതൽ AI ടൂളുകൾ വന്നതോടെ സ്ഥിതി മാറുകയാണ്. സാധാരണക്കാരായ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വ്യക്തിപരമായ ശേഖരത്തിലുള്ളതും സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുത്തതുമായ ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് അശ്ലീല ചിത്രങ്ങൾ നിർമ്മിക്കുന്ന സ്ഥിതിവിശേഷം കൂടി വരികയാണ്. AI വഴി നിർമ്മിച്ച പോൺ ചിത്രങ്ങളിൽ 80% ഇത്തരത്തിൽ സാധാരണക്കാരുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ളതാണ്. ജോലിക്ക് വേണ്ടിയുള്ള ആപ്പുകൾ, ഡേറ്റിംഗ് ആപ്പ് എന്നിവ വഴിയാണ് കൂടുതൽ സാധാരണക്കാരും ഇരകളാകുന്നത്. ഒരു തവണ ഇരയാക്കപ്പെട്ടാൽ അത്ര എളുപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാനാകില്ല എന്നതാണ് പ്രധാന പ്രശ്നം.